ജിഞ്ചർ ഹോട്ടലിൽ നിന്ന് ഇന്ന് രാവിലെ നല്ല റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. മീറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി സുന്ദരിയായി MG റോഡ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രയാണ്. പോകാനുള്ള വണ്ടിയൊക്കെ നേരത്തെ തന്നെ വന്നു. പിന്നെ ഇന്നെല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ വരുന്ന കുട്ടികൾക്കൊക്കെ ഓരോ ലഡ്ഡു കൊടുക്കാമെന്ന് വിചാരിച്ച് ബൃന്ദാവനിൽ കയറി ഞാനൊരു 20 ലഡ്ഡും കൂടെ വാങ്ങിച്ചു. ഇന്നലെ തന്നെ വന്ന് ഹോട്ടലിൽ സ്റ്റേ ചെയ്തവരുണ്ട്. അവർ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഞാൻ വരുന്നത് തന്നെ ക്യാമറയും കൊണ്ടാണെന്നുള്ളൊരു പേര് എനിക്കുണ്ട്. അത് ഞാൻ കാര്യമാക്കുന്നില്ല. നിതീഷ്, മണിവർണ്ണൻ, ജയദീപ്, ജിഗിത്തേട്ടൻ, ഷെഹനാസ്, ഇത്രയും പേരാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, അതെടുക്കാനാണ് ഞാൻ പോകുന്നത്. ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 2.5 വർഷത്തോളമായി. പ്രോഗ്രാമൊക്കെ ഒരു 10-17 വർഷമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പ്രോഗ്രാം കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നും എല്ലാ മാസവും സ്ഥിരമായിട്ടൊരു വരുമാനം വേണമെന്നും എനിക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഒരു 2.5-3 വർഷം മുൻപൊക്കെ ഞാൻ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജോലി എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും ചോദിച്ച് വാങ്ങിയതാണ്. മാക്സിമം ജോലിയോട് ആത്മാർത്ഥത കാണിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഇത്തിരി മടിയൊക്കെ എല്ലാവരെയും പോലെ എനിക്കുമുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ പരിപാടികളിലേക്ക് കടക്കുക. എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല സന്തോഷമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് 1 മാസത്തെ സെയിൽസ് റിവ്യൂ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ആഹാരമൊക്കെ കഴിക്കുന്നത്. ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ എൻ്റെ എറണാകുളത്തെ ഒരേ ഒരു കൊളീഗ് ഉണ്ടല്ലോ, ജോയൽ, വന്നത്. അവൻ ന്യൂ ജോയിനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ജോയൽ വന്നു. ജോയലിനോട് ഞാൻ പറഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തിട്ട് മെല്ലെ പോരെ, നമുക്കെല്ലാവരും കഴിച്ചങ്ങ് പരിചയപ്പെടാമെന്ന്. അങ്ങനെ ജോയലും വന്നു. ഓൻ്റെ ആഹാരമൊക്കെ തുടങ്ങി. ഇത് ഷെഹനാസ്, ഭയങ്കര പാവം കുട്ടിയാണ്. ഇവളെ ചീത്തയാക്കുന്നതും എല്ലാ ഉടായ്പും പറഞ്ഞു കൊടുക്കുന്നതും ഞാനാണെന്നുള്ളൊരു ചെറിയ ചീത്തപ്പേര് എനിക്ക് നന്നായിട്ടുണ്ട്. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് പോവുകയാണ്. ഏകദേശം ഞങ്ങളൊരു 10-20 പേരുണ്ട്. നമ്മുടെ ഹാളൊക്കെ ഇവിടെ റെഡിയാണ്. മീറ്റിംഗ് ഹാൾ റെഡിയാണ്. ഇനി എല്ലാവരും വന്ന് ഇരുന്ന് ഡോക്ടറൊക്കെ വന്നതിന് ശേഷമായിരിക്കും നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. ഇന്നൊരു ഡോക്ടർ വന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ കണ്ണിൻ്റെ മെഡിസിനാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതിനെക്കുറിച്ചും അതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഇങ്ങനെ ഓരോരോ മാസങ്ങളും ഓരോരോ സെക്ഷൻ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഞങ്ങളായിരുന്നു ആദ്യം വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്ന് അതിൻ്റെ ഫുൾ സ്ക്രീനും ലാപ്ടോപ്പും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ ലഡ്ഡു പാക്കറ്റൊക്കെ പൊട്ടിച്ച് അവർ കൃത്യമായിട്ട് 20 എണ്ണം തന്നിട്ടുണ്ടോ എന്നൊക്കെ എണ്ണി നോക്കി. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. ഒരു 12:30-1 വരെയൊക്കെ നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് സെയിൽസ് റിവ്യൂവും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും വളരെ സന്തോഷമായിട്ട് പിരിഞ്ഞു. ഇനി അടുത്ത മാസമായിരിക്കും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാണുന്നത്. കേരളത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ ഇത്രയും പേര് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.